അങ്ങനെ വർഷങ്ങളോളം ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഫൈനലി പെയ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. യെസ്, ടെലഗ്രാം ആപ്ലിക്കേഷനിൽ ഇനി മുതൽ നിങ്ങൾക്ക് 460 രൂപ കൊടുക്കേണ്ടി വരും ആൻഡ്രോയിഡ് ഉപഭോക്താക്കളാണെങ്കിൽ, ആൻഡ് 469 രൂപ കൊടുക്കേണ്ടി വരും iOS യൂസേഴ്സ് ആണെങ്കിൽ. സോ ഈ ഒരു എക്സ്ട്രാ രൂപ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത് ടെലഗ്രാം പ്രീമിയം ആണ്. സോ എന്താണ് ആക്ച്വലി ടെലഗ്രാം പ്രീമിയം? ശരിക്കും പറഞ്ഞാൽ ടെലഗ്രാം പ്രീമിയമിൽ നോർമൽ ടെലഗ്രാം യൂസേഴ്സിനും 10 അഡീഷണൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് നോക്കാം. സോ ടെലഗ്രാമിൽ ഇപ്പോൾ ഏകദേശം 700 മില്യണിൽ കൂടുതൽ യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ഫണ്ടിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ആക്കിയിരിക്കുന്നത്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ടെലഗ്രാം ആപ്ലിക്കേഷൻ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. യെസ്, നമ്മുടെ കയ്യിലുള്ള ഫയലുകളും ഫോട്ടോസും വീഡിയോസും സിനിമകളും എല്ലാം ടെലഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുന്നു. കാരണം പൈസ കൊടുക്കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നു, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങളൊരു പ്രീമിയം യൂസർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 GB വരെയുള്ള ഫയലുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രീമിയം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 4 GB വരെ അറ്റ് എ ടൈം ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല, സപ്പോസ് നിങ്ങളുടെ വീട്ടിലൊരു 100 MBPS ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 200 MBPS കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ടെലഗ്രാമിൽ നിന്നും പൊതുവെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് സ്പീഡുകൾ ലേശം കുറവാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര സ്ലോ, എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്ന്. അല്ല, ഇനി മുതൽ നോർമൽ ടെലഗ്രാം യൂസേഴ്സിന് ഡൗൺലോഡ് സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. സോ ഹൈ സ്പീഡിലൊന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹൈ സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുക്കുക. സോ പ്രീമിയം യൂസർ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ആക്ച്വലി എത്രയാണോ ആ ഒരു സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ലിമിറ്റഡ് സ്പീഡിലേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ടെലഗ്രാമിൽ ഒരുപാട് ചാനലുകളുടെ അംഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് ചാനലുകളുടെ ഓണേഴ്സ് ആയിരിക്കാം. എന്തായാലും ഇനി ടെലഗ്രാം നോർമൽ യൂസേഴ്സിനെ അപേക്ഷിച്ച് പ്രീമിയം യൂസേഴ്സിന് ഏകദേശം 1000 ചാനൽ വരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല 20 ചാറ്റ് ഫോൾഡേഴ്സും പിന്നെ 4 അക്കൗണ്ട് വരെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നോർമലി ടെലഗ്രാമിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ കുറേയധികം ജിഫുകൾ സെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ജിഫുകൾ എല്ലാം സേവ് ആയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നോർമൽ ടെലഗ്രാം യൂസേഴ്സിനെ അപേക്ഷിച്ച് ടെലഗ്രാം പ്രീമിയം യൂസേഴ്സിന് ഏകദേശം 400 ജിഫ് വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ടെലഗ്രാമിൽ യൂസർ പ്രൊഫൈലിൽ നമുക്ക് നമ്മുടെ ബയോ എഴുതാനായിട്ട് പറ്റും. ആൻഡ് കുറച്ചുകൂടെ ലോങ്ങർ ബയോ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഏറ്റവും കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത്, നോർമലി നമ്മൾ വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. ആൻഡ് ആരെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചാൽ അത് പ്ലേ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇനി മുതൽ ഇംഗ്ലീഷിലാണ് വോയിസ് മെസ്സേജിൽ അയക്കുന്നതെങ്കിൽ അത് പ്ലേ ചെയ്യാതെ തന്നെ അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ്, അതായത് എന്താണ് ആ ഒരു വോയിസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകളായിട്ട് എഴുതി കാണിക്കുന്ന ഒരു ഫീച്ചർ പ്രീമിയം യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ടെലഗ്രാമിൽ സ്റ്റിക്കറുകളുടെ ആനിമേഷൻ ബട്ടർ സ്മൂത്താണ്. വാട്സാപ്പിൽ ഏത് സ്റ്റിക്കർ വേണമെങ്കിലും എടുത്ത് നോക്കിയോ, പക്ഷേ ടെലഗ്രാമിൽ ആ ഒരു ആനിമേഷൻസ് ഭയങ്കര സ്മൂത്താണല്ലേ. ആൻഡ് ടെലഗ്രാം പ്രീമിയം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ കൂടാതെ ഫുൾ സ്ക്രീൻ ആനിമേഷൻ വരുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സും അവൈലബിൾ ആയിരിക്കും. ഈ അടുത്തായിട്ട് വാട്സാപ്പ് ടെലഗ്രാമിൽ നിന്നും കോപ്പി ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ഫീച്ചറാണ് മെസ്സേജ് റിയാക്ഷൻസ്. അതായത് മെസ്സേജ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ലവ് ചിഹ്നം കൊടുക്കാം, 100% എന്ന് കൊടുക്കാം, തീ കൊടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ടെലഗ്രാം പ്രീമിയം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏകദേശം 10ൽ കൂടുതൽ ഇമോജീസ് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട് റിയാക്ട് ചെയ്യാനായിട്ട്. വാട്സാപ്പിൽ എനിക്ക് ഏറ്റവും തലവേദന പിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ചാറ്റുകൾ ഉണ്ടാകും, ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും. സോ പലപ്പോഴും നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ആരുടെ അടുത്തൊക്കെയാണ് മിണ്ടിയത്, നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടാബുകൾ അവൈലബിൾ അല്ല. ഈവൻ നമുക്ക് ടെലഗ്രാമിലും അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങളൊരു ടെലഗ്രാം പ്രീമിയം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാക്കിയിട്ട് അതിനിടയിൽ ഫാമിലി മെമ്പേഴ്സ് മാത്രം വയ്ക്കാം, വർക്ക് എന്ന് പറഞ്ഞിട്ട് വർക്ക് മെമ്പേഴ്സ് മാത്രം, അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് മെമ്പേഴ്സ് മാത്രം, അത്തരത്തിൽ നിങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ടാബുകൾ ലഭ്യമാവും. പിന്നെ അതുപോലെ ടെലഗ്രാമിൽ പ്രൊഫൈൽ പിക്ചർ ഇടുമ്പോൾ നോർമൽ ഫോട്ടോ മാത്രമായിട്ട് ഇടുന്നതിന് പകരം നിങ്ങൾക്ക് ആനിമേറ്റഡ് ഫോട്ടോസ് ഇടാനായിട്ടും ടെലഗ്രാം പ്രീമിയം യൂസേഴ്സിന് സാധിക്കും. ഇനി മാസം 460 രൂപ കൊടുക്കുന്നതുകൊണ്ട് 4 ആൾക്കാരെ കാണിച്ചില്ല എങ്കിൽ അത് മോശമല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് രൂപയെ കൊടുത്തൊരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട്. സോ ടെലഗ്രാം ചെയ്യുന്നത് വെച്ചാൽ പ്രീമിയം മെമ്പേഴ്സിൻ്റെ പേരിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ബാഡ്ജ് കൊടുക്കുന്നതായിരിക്കും, ഇങ്ങേരൊരു പ്രീമിയം മെമ്പറാണ് എന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഒരു വേരിഫൈഡിൻ്റെ ബാഡ്ജൊക്കെ വരുന്ന പോലെ ഒരു പ്രീമിയം യൂസറിൻ്റെ ബാഡ്ജും അതുപോലെ പ്രത്യേക ആപ്പ് ഐക്കണും ലഭിക്കുന്നതായിരിക്കും. ഇതിലെല്ലാം ഉപരി ചില രാജ്യങ്ങളിൽ ടെലഗ്രാമിൽ ചാനലുകളുടെ ഇടയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റ്സ് ഇന്ത്യയിൽ അത്ര അങ്ങ് പ്രാബല്യമായിട്ടുള്ള പൊതുവെ ചാനലുകളിലാണ് വരുന്നത്, നോർമൽ ചാറ്റിനിടയിലൊന്നും വരാറില്ല. എന്നാൽ അത് പ്രീമിയം യൂസേഴ്സിന് ഇനി തൊട്ട് വരികയില്ല, നോർമൽ യൂസേഴ്സിന് ഇനി തൊട്ട് വരവ് കൂടാനും സാധ്യതയുണ്ട്. സോ നിങ്ങളൊരു ടെലഗ്രാം പ്രീമിയം യൂസർ ആണെങ്കിൽ ഈ പറഞ്ഞ 10 ഫീച്ചേഴ്സും ഇനി അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം യൂസേഴ്സിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ് എന്നും കേട്ടു. സോ 460 രൂപ പെർ മന്ത് ലേശം എക്സ്പെൻസീവ് സൈഡിലാണ്. സോ നിങ്ങൾ
ഈ ഒരു കാര്യത്തിന് വേണ്ടി 460 രൂപ പെർ മന്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണോ? ആൻഡ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റുകൾ, ഇത്രയും നാളും എന്തൊക്കെ ഫ്രീ ആയിരുന്നോ അതൊക്കെ ഫ്രീ ആയിരിക്കുമെന്നും, എന്നാൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ വരുന്ന കാര്യങ്ങളെല്ലാം പ്രീമിയം യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളൊരു പ്രീമിയം യൂസർ അല്ലെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുമോ എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.